ഹായ് ഓൾ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ അടുത്തുള്ള അർത്തുങ്കൽ ചർച്ചിൽ പെരുന്നാളിന് പോയ വീഡിയോ ആണേ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 8 or 8:30 ആയിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യം മഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ കൂടെ പൊന്നുകുട്ടൻ്റെ ആദ്യത്തെ പള്ളിപ്പെരുന്നാളായതുകൊണ്ട് പോയതാണ്. പെരുന്നാളൊക്കെ വർഷത്തിലൊന്നും വരുന്നതല്ലേ, അതുകൊണ്ട് അടിച്ചു വിളിക്കാമെന്ന് വിചാരിച്ച് പോയി. തിരിയൊക്കെ വാങ്ങിച്ചു. ഞാൻ തിരി കത്തിക്കാൻ പോയി. അച്ഛനും മോളും കൂടെ അത് നോക്കിയെന്നേ ഉള്ളൂ. കാര്യം പൊന്നിനെ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെല്ലാം റെഡിയാക്കി തരും. അതുകൊണ്ട് അവർ രണ്ടും നോക്കിയിരുന്നു. പിന്നെ നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ കൂടുതൽ കടകളും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയതൊക്കെ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് പോകുന്ന വഴി തന്നെ ഒരു കുട്ടി ബലൂൺ കൊണ്ടുവന്ന് പൊന്നിൻ്റെ കൈ കൊടുത്തേ. എല്ലാ ദിവസവും ഓരോ സാധനങ്ങൾ വാങ്ങും, പക്ഷേ ഒരു 5 മിനിറ്റ് കൂടെ അത് വെച്ച് കളിക്കില്ല. അത് കഴിയുമ്പോൾ കളയും. വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് എന്ത് വന്നാലും ആ കുട്ടി വാങ്ങത്തില്ല. പിന്നെ അവിടെ ഇരിക്കുന്ന ഒരു ആൺകുട്ടി എടുത്ത് ഞങ്ങൾ കൊണ്ട് കൊടുത്തേ. ആ ബലൂൺ തിരിച്ചു വാങ്ങിച്ചതിന് അവനെ ചീത്ത പറയുന്നേ കാണുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ടാറ്റു അടിക്കുന്ന സ്ഥലം, അങ്ങനെ പിന്നെ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു. എനിക്കിതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും കുഞ്ഞിന് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് അറിയാം. അതുകൊണ്ട് കയറി. അങ്ങനെ ടിക്കറ്റ് കൊടുത്ത അച്ഛനും മോളും ആദ്യം കയറി. ഞാൻ വീഡിയോഗ്രാഫറിനെ പോലെ പുറകെ പോയി. ഇടയ്ക്കെത്തിയപ്പോഴത്തേക്ക് പൊന്നു നേരെ എൻ്റെ അടുത്തോട്ട് പോന്നു. അങ്ങനെ അച്ഛൻ വീഡിയോഗ്രാഫറായി. പിന്നെ ഓരോരോ ടണൽ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പൊന്നിന് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനകത്ത് നിറയെ മീനുകളൊക്കെ ഉണ്ട്. അത് പല കളറ്, പല ഡിസൈൻസ്. അതുകൊണ്ട് അവൾക്കെന്തോ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതിനൊക്കെ കാണാനും അതിനൊക്കെ പിടിക്കണമെന്നൊക്കെ ഉണ്ട്. ഗ്ലാസിൻ്റെ ബോട്ടിൽ പിടിച്ചിട്ട് ഒന്നിനെയും കിട്ടുന്നില്ല. അതുകൊണ്ട് ആപ്പാടെ നിരാശയായിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അടുത്തെന്തെങ്കിലും കൂടെ കയറിപ്പോകും, വേറെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ എന്നോർത്ത് അങ്ങനെ പോയിട്ട് അടുത്തേലും കണ്ടില്ലേ ഒരു ടർട്ടിലിൻ്റെ ടണൽ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതിനകത്തും ഈ മീനുകളാണേ. അങ്ങനെ അതിനകത്തൂടെ നടന്ന് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ സെൽഫി എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് എല്ലാവരും ഓരോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന പോലെ. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി. എന്തായാലും പൊന്നുകുട്ടൻ പിന്നെ കുറേ നേരമൊക്കെ നോക്കി ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവിടെ ഇരുത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഞാനൊരു മിനിറ്റോളം അവിടെ ഇരുത്തിയ കേട്ടോ. ആൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ട് ഇരുത്തിയ. കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് ആൾ വിഷമിച്ചു കേട്ടോ. പിന്നെ എടുത്തോണ്ടിങ്ങനെ നടന്നു. പിന്നെ അടുത്തായിട്ട് ഇങ്ങനെ നിറയെ തെർമോക്കോൾ ഇങ്ങനെ സ്കാറ്റർ ചെയ്തെടുത്തില്ലേ. പിള്ളേരൊക്കെ അതിനകത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പൊന്നിക്കുട്ടന് അവിടെ എത്താൻ പറ്റത്തില്ല. ഇപ്പം നിരങ്ങിപ്പോയി എന്തൊക്കെ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കിട്ടിയാലും അതെല്ലാം പെറുക്കി വായിലിടും. അതുകൊണ്ട് ഇരുത്തിയില്ല. പിന്നെ കണ്ടില്ലേ മത്സ്യം, ഇതൊക്കെ ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല. എന്തായാലും ആർട്ടിഫിഷ്യൽ മത്സ്യം കൊള്ളാം. അപ്പം പൊന്നുകൂടനൊരു കിസ്സൊക്കെ പറത്തി വിട്ടിട്ടുണ്ട് മത്സ്യം. അതൊക്കെ വാങ്ങിച്ച് കുറച്ച് നേരം അവിടേക്ക് നിന്നു. പിന്നെ അടുത്ത എന്തിലോട്ട് പോയി. അവിടെ ബേർഡ്സ് ആയിരുന്നു ഫുള്ള്. പിന്നെ അതുപോലെ ലവ് ബേർഡ്സ്, മക്കാവോ, അങ്ങനെ പിന്നെ റാബിറ്റ്, അതൊക്കെ ഉണ്ട്. അതൊരു എല്ലാവരും ഇങ്ങനെ തുറന്നിട്ടേക്ക്. അപ്പോൾ പൊന്നുകൂടൻ വീട്ടിൽ ലവ് ബേർഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ വലിയ ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേയൊക്കെ കാണിച്ചു. അച്ഛനും മോളും കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പൊന്നുകുട്ടൻ എല്ലാത്തിനെയും പിടിച്ചേക്കോളാന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ കയ്യിലെങ്ങാനും ഒരു കുത്തു കിട്ടിക്കഴിഞ്ഞാൽ പണിയല്ലേ. അതുകൊണ്ട് ഒന്നിനെയും തൊടിയിപ്പിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ നോക്കി വയ്ക്കുമ്പോൾ ഒരു മുയിലോട്ടം മുന്നേ എൻ്റെ ക്യാമറയിൽ കണ്ടില്ലേ. പിന്നെ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്തു. അവിടെ നിങ്ങളോട് നടക്കുമ്പോൾ അടുത്ത സ്റ്റാള് പിക്കിൾസിൻ്റെ ആണ്. വെറൈറ്റീസ് ഓഫ് പിക്കിൾസ് ആണ്. അവർ പറയുന്നുണ്ട് ടേസ്റ്റ് ചെയ്തോളാൻ. ഞാൻ എന്ത് പറഞ്ഞാൽ കഴിച്ചു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇനി സാമ്പിൾ വരുന്നതാണോ വിട്ടത്, നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അതേ ടേസ്റ്റ് കിട്ടുമെന്നൊന്നും അറിയില്ല. അതിൻ്റെ കൂടെ ഒരു മുളകിൻ്റെ പിക്കിൾ വാങ്ങിച്ചു കേട്ടോ. എന്തോ മറ്റേ എറിൻ്റെ പൊട്ടിക്കേണ്ട പടക്കമില്ലേ, അത് പൊട്ടിക്കുക. അത് കഴിയുമ്പോഴത്തേക്കും മറ്റേ ബലൂൺ പൊട്ടിച്ചിങ്ങനെ പ്രൈസ് കിട്ടുന്ന പ്രോഗ്രാം ഉണ്ട് അതിനകത്ത്. അതിന് പോയി. അങ്ങനെ കൊച്ചിൻ്റെ അച്ഛൻ 5 ബലൂൺ പൊട്ടിച്ചിട്ട് ഒരു പാത്രം കിട്ടിയിരിക്കുന്നു. പിന്നെ ബീച്ചിലോട്ട് വരുമ്പോൾ മോമോസിൻ്റെ ഷോപ്പുണ്ട്. അവർ തന്ന ബ്രൗഷർ വെച്ച് ഓർഡർ ചെയ്യാൻ നോക്കിയിട്ട് അതൊന്നും ഇപ്പം ഇല്ലയെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഒരു കരിക്ക് ഷേക്കും കുടിച്ചു. പിന്നെ കോളിഫ്ലവർ ബജ്ജി കഴിച്ച്. ഞങ്ങളങ്ങനെ പൊന്നായിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. പുള്ളിക്കെല്ലാം കഴിക്കണം. അതുകൊണ്ട് ഞങ്ങളും വലുതായി കഴിക്കാറില്ല. പിന്നെ ഈ കരിമണി മുത്ത് വെച്ചുള്ള പിന്നെ പാദസരം പൊന്നിക്കുട്ടൻ്റെ കാലിൽ നല്ല ഭംഗിയായിരിക്കും. വാങ്ങിച്ചു, പക്ഷെ വലുതായിരുന്നു. പിന്നെ എനിക്കൊരു കമ്മലൊക്കെ വാങ്ങിച്ചിട്ട് മയൻ ഞങ്ങളവിടെ നിന്ന് പതുക്കെ പോന്നു. അപ്പോഴത്തേക്ക് ആളെ ഞാൻ ബാഗിലാക്കി.